ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാലലുയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്കൊരു ദിവസം കൂടി നിങ്ങൾക്കും എനിക്കും ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അവന്റെ കൂടാരത്തെ അത് സത്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയാൽ ഒരു കൂടാരം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയരുന്ന ഒരു ദൈവകൃപ, ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയരുന്ന ഒരു കൃപ, ഇതൊരു കൂടാരം പോലെ നമുക്ക് മുകളിലുണ്ട്. കാരണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതാണ്. ഏതാനും വ്യക്തികളെ ഇപ്പൊ ബ്രദറിനെ എടുക്കുന്നു, അല്ലെ എന്നെ വിളിച്ചു, അല്ലെ സംസാരിച്ച ബ്രദറിനെ വിളിച്ചു, പാടുന്ന ആളിനെ വിളിച്ചു, ഇങ്ങനെ എല്ലാം കൂടെ കൊണ്ട് 4 വശത്തുനിന്നും തൂണിട്ടൊരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ കൃപ പങ്കുവെക്കുക, ദൈവത്തിന്റെ വചനം പങ്കുവെക്കുക. നോയമ്പ് കാലമാണ്, ദേവാലയങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതലുണ്ട്. കുമ്പസാരത്തിന് നീണ്ട ക്യൂ ഉണ്ട്. ഒത്തിരി നല്ല കാര്യമാണ്. വർഷത്തിൽ 2 നോയമ്പ് കയറി ഇറങ്ങി വരുമ്പോൾ ഒത്തിരി പേർക്ക് മടങ്ങി വരുവാനൊന്ന് കുളിച്ച് വൃത്തിയാകുവാൻ, ദൈവത്തോടൊപ്പം ആയിരിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. വീണ്ടും വീണ് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ബ്രദർ പറഞ്ഞു ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ശത്രുവിന് വേണ്ടി സത്യത്തിൽ ക്രിസ്ത്യാനിക്ക് ലോകത്ത് ശത്രുക്കൾ ഇല്ല കേട്ടോ. കാരണം ഈശോയ്ക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്ന യഹൂദന്മാരെന്ന് നമുക്ക് വേണേൽ പറയാം മാനുഷികമായിട്ട്. പക്ഷെ അവര് ഈശോയുടെ ശത്രുവല്ല. കാരണം ഈശോ ജനിച്ചു വളർന്ന സമൂഹമാണ്. അവരുടെ അജ്ഞത കൊണ്ടാണ് ഈശോയെ കുരിശിൽ തറച്ചത്. അത് പിതാവിന്റെ ഇഷ്ടം അങ്ങനെയായിരുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷ സാധ്യമാക്കാൻ അതായിരുന്നു വഴി. ഇപ്പോൾ നമ്മൾ നമുക്ക് ജീവിക്കുന്ന കുടുംബജീവിതം ജീവിക്കുന്നവരാ. മാതാപിതാക്കള്, കൂടപ്പിറപ്പുകള്, കുഞ്ഞുമക്കള്, സഹോദരങ്ങള്, ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഇവിടെ ഒരുപാട് പാപങ്ങൾ രൂപപ്പെടുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ ആ പാപങ്ങൾ രൂപപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാഷകന്റെ പുസ്തകം 23:16 ജഡിക പാപങ്ങളെ പറ്റിയാ പറയുന്നത്. വൈകാരികമായ സ്ഥിതികൾ എല്ലാവർക്കും ഉണ്ട്. അത് ആണ് വളർന്നു വന്നാലും പെണ്ണ് വളർന്നു വന്നാലും ഒരു 10, 12, 15 വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ അവർക്ക് വൈകാരികമായ വളർച്ച ഉണ്ടാകും. ശാരീരിക വളർച്ച, വൈകാരികമായ വളർച്ച, മാനസികമായിട്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നൊരു കാലഘട്ടം ഇങ്ങനെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമുക്കൊരു വലിയ പരാജയം പറ്റിയിട്ടുണ്ട്. അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈകാരിക സിദ്ധികൾ, ഈ ലൈംഗികത എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് ആളില്ല കേട്ടോ. അതൊരു വലിയ പരാജയമാണ്. ഇതെന്ത് ചെയ്യണമെന്നറിയില്ല. ഇതെന്താ ഇങ്ങനെ എനിക്ക് തോന്നുന്നതെന്നാണ് പിള്ളേർ ചിന്തിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട അറിവ് കിട്ടിയില്ലെങ്കിൽ വേണ്ടാത്ത അറിവിലേക്ക് പോകും. അശുദ്ധമായി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അറിവില്ലായ്മ മൂലം, അറിയിക്കേണ്ടവരോ പറഞ്ഞു കൊടുക്കേണ്ടവരോ അത് പറഞ്ഞു കൊടുക്കാത്തത് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് അവസാനം ഈ ചേറ്റിൽ തന്നെ ഇവർ കുഴഞ്ഞു പോവുകയാണ്. അവർക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ഇതിനൊന്നും വലിയ വിലയില്ല എന്ന് കണ്ടെത്തി കഴിയുമ്പോൾ ഒന്ന് പുറത്തു വരാൻ ഒരുങ്ങുമ്പോഴും ഈ ചിന്തകളും ഓർമ്മകളും അനുഭവങ്ങളും അറിവുകളും ഒക്കെ നെഗറ്റീവായിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അപ്പൊ 16-ാമത്തെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, 3-ാമത്തെ ഒരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളിപ്പടരുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. ഒറ്റ വചനമാണ് വായിച്ചത്. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, 3-ാമതൊരു കൂട്ടർ ക്രോധം. പാപം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി ഭീകരമായി വരുമ്പോൾ ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേൽ ക്ഷണിച്ചു വരുത്തുകയാണ്. ഒരു തരത്തിലും അനുസരണയില്ലാതെ പോകുന്ന വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങള്, ആൺകുഞ്ഞുങ്ങള് പ്രേമം തലക്ക് പിടിച്ചിട്ട് ആൺപിള്ളേരോട് പറഞ്ഞ പിന്നെയും കേൾക്കും കേട്ടോ. ആൺപിള്ളേർ പറ്റിക്കുകയല്ല, പക്ഷെ പെൺപിള്ളേർ പറ്റിക്കും. ആൺപിള്ളേര് നമ്മളെ പറ്റിക്കുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. പെൺപിള്ളേർ എന്നാ പറയും, അതൊന്നും കുഴപ്പമില്ല, അതെന്നൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവരവസാനം അപ്പനെ അമ്മയും പറ്റിക്കുന്ന ഒരു ലോകമായത്. വിശ്വസിക്കാൻ വലിയ പാടാ പെൺകുഞ്ഞുങ്ങളെ. ഞാൻ പെൺകുഞ്ഞ് 3 മക്കളുടെ അപ്പനാ. അപ്പൊ ഞാൻ പറയുന്നത് ആൺപിള്ളേരാടാണെങ്കിൽ അവർ പറഞ്ഞ ഒരു അനുസരണക്കേടൊക്കെ കാണിക്കും. എന്നാലും നമുക്ക് വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പം ആൺപിള്ളേരെ. ആരെയും വേർതിരിക്കുകയല്ല, ആരെയും മാറ്റി നിർത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സ്വതസിദ്ധമായി നമ്മൾ കാണുന്ന ചില സാഹചര്യങ്ങൾ പറയുകയാണ്.
അപ്പൊ ഇവിടെ പറയാണ് 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമത്തെ കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുന്ന വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളിപ്പടരുന്ന തീ പോലെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ എത്ര വയസ്സ് കാണും? 15 അല്ല 16 വയസ്സ്. ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇറച്ചിവെട്ടുകാരൻ, ഒരു മുസ്ലിം പയ്യൻ, ഇറച്ചിവെട്ടാണ്, അവനുമായിട്ട് മുടിഞ്ഞ പ്രേമം. ആരെല്ലാം പറഞ്ഞിട്ട് ഇത് കേൾക്കില്ല. അച്ഛന്മാർക്ക് കൊണ്ടുവന്നു, അവിടെ എല്ലാം പറയും കുഴപ്പമില്ല, ഞാനത് വിട്ടു, ഞാൻ ഇനി ആ വഴി പോകില്ല. പക്ഷെ അവസാനം 17ാമത്തെ വയസ്സിൽ അവൾ അമ്മയായി. അപ്പൊ ആ തള്ള കരഞ്ഞിട്ട്, അവിടെ അപ്പൻ പറഞ്ഞിട്ട് കേൾക്കത്തില്ല, അമ്മ പറഞ്ഞിട്ട് കേൾക്കത്തില്ല, പല ബ്രദറന്മാര് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. അവസാനം തകർന്ന് തരിപ്പണമായി എല്ലാ തരത്തിൽ കുടുംബം തകർന്ന് പാവപ്പെട്ട കടലിൽ പോകുന്ന അപ്പന. അമ്മയാണേലും മീമിക്കാൻ പോകുന്ന ഒരു അമ്മയാ. വല്യമ്മയും വല്യപ്പനും ഒക്കെ ഉണ്ട് വീട്ടിൽ. അവര് ആര് പറഞ്ഞിട്ട് കൊച്ചു കേൾക്കുകയല്ല. അവള് ജഡിക തിന്മയിൽ അടിമപ്പെട്ടിട്ട് പിന്നെ അവൾക്ക് പുറത്തു വരാൻ പറ്റിയില്ല. അവളുടെ ജന്മം കുളവായി നിത്യനാശത്തിൽ ചെന്ന് വിട്ടു. കുറെ നാൾ അവന്റെ കൂടെ നടന്നു. 3-4 കൊല്ലം കൊണ്ട് ഒരു കൊച്ച് ഒന്നിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് എല്ലാം അവൻ തട്ടിയിട്ട് പോയി. ആരുപോലും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നു. ആ പെറ്റ തള്ളയുടെ കണ്ണീര്, അപ്പന്റെ കണ്ണുനീര് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, സമയമാകും മുമ്പ് അതിന്റെ വികാരത്തെ ഉണർത്തരുത്. നമുക്ക് ആകാംക്ഷ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ വന്ന കാലത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രായത്തെക്കാൾ വലിയ വളർച്ച ഉണ്ടാകുന്നു. അതുപോലെ മൊബൈൽ കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, മൊബൈലൊക്കെ ഒത്തിരി നന്മയാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് മുഴുവൻ തിന്മയായിട്ട് ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാം. ഇത് ഏത് വേണമെന്ന് അതിന് കുഞ്ഞുങ്ങളെ പറയണ്ട കേട്ടോ, കുഞ്ഞുങ്ങളെ പറയണ്ട. പ്രായമായ മനുഷ്യരും ഇപ്പൊ ആ അത്തരം അപകടങ്ങളിലാണ് പെട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളിപ്പെടുത്തുന്ന തീ പോലെയാണ്, ജീവിതം പൂർണ്ണമായി നശിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഇപ്പോൾ നമ്മുടെ പരിചയക്കാരൻ എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്, 2 മക്കളുടെ അപ്പൻ. കുറ്റം പറയുകയാണെന്ന് ആരും ധരിക്കല്ലേ, കുറ്റം പറയുകയല്ല. ഇന്നും കണ്ണുനീരോടെ എല്ലാ ദിവസവും കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 25 വയസ്സുള്ള മകള് ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 18 വയസ്സുള്ള മകൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കൊച്ചു കുടുംബ ജീവിതം. ഇപ്പം വേണ്ടാത്തൊരു വഴിവിട്ട ബന്ധത്തിൽ പോയിട്ട് 4 മാസമായിട്ട് വീട്ടിൽ കയറിയിട്ടില്ല. ആ സ്ത്രീയുടെ കണ്ണുനീര് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങളും ആ തരത്തിലുള്ള വൈകാരികമായ താല്പര്യവും വന്നു കഴിഞ്ഞാൽ കെണിയാണ് ഇത്, കെണിയാണ്. ഇതിൽ ചെന്ന് പെട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റുകയില്ല. ആ കുടുംബം നാണം കെട്ട് നശിച്ച്, അച്ഛന്മാരുടെ എത്രയോ അച്ഛന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സംസാരിക്കുന്നു. കോടതി കേസാ. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, കുഞ്ഞുമോൻ ബ്രദറെ, ആത്മഹത്യ ചെയ്യാൻ പലപ്പോഴും ഒരുങ്ങി. ഞാൻ പറഞ്ഞു, അത് ഒരിക്കലും ഒരു നന്മയല്ലല്ലോ. ഏതായാലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇടപെടും. ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ജീവിതം പൂർണ്ണമായി നശിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും, ഞാൻ പറയുന്നത് വൈകാരികത ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ അത് വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നന്മയാകുന്നത്. ശരിക്കും വൈകാരികത, ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ പുണ്യമാണെന്നറിയാമോ? പരിശുദ്ധ കുർബാന പോലെ പരിശുദ്ധമാണ് നീ. അതങ്ങനെ. അപ്പൊ ഞാൻ ഇതിങ്ങനെ എന്നെ ഒരു ധ്യാനഗുരു ആയിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അദ്ദേഹം എന്നോട് പറയാണ്, കുഞ്ഞു ബ്രദറെ, ലൈംഗികത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന പോലെ പരിശുദ്ധ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ദൈവമേ, ഈ പുള്ളി എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ പരിശുദ്ധ കുർബാന പോലെ പരിശുദ്ധമാകുന്നത് മനുഷ്യന്റെ ലൈംഗികത? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? അപ്പവും മീനും എടുത്തു വെച്ചിട്ട് ഒരു പുരോഹിതൻ അധികാരത്തോടെ, അവകാശത്തോടെ, അഭിഷേകത്തോടെ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പം എടുത്തുയർത്തി ആശീർവദിച്ച് തിരുവചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ അപ്പം എന്നുള്ള ഭാഗത്ത് നിന്ന് അത് മാറി ദിവ്യകാരുണ്യമായി തീരുന്നു. വീഞ്ഞ് അങ്ങനെ തന്നെ യേശുവിന്റെ രക്തമായി മാറുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ കുടുംബജീവിതത്തിലെ ലൈംഗികതയിൽ ഇത് പരിശുദ്ധമാകുന്നു? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന അതേ അത്ഭുതം തന്നെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ
ജീവിത പങ്കാളിയോടൊപ്പം സ്നേഹം പങ്കുവച്ച് ജീവിക്കുമ്പോൾ ഇത് ജീവനുള്ള അപ്പമായി തീരുന്നത് പോലെ ദൈവം കൊടുത്ത വൈകാരിക സിദ്ധിയിൽ സ്നേഹത്തിന്റെ പങ്കുവെപ്പിന്റെ പൂർണ്ണതയിൽ ഒരു ജീവൻ ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ലോകത്തേക്ക് ഒരു കുഞ്ഞിനെ അയക്കാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അത് പരിശുദ്ധമായി പരികർമ്മം ചെയ്യുമ്പോൾ, അത് വേണ്ടതുപോലെ വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ കുർബാന പോലെ. അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും കിടക്കുന്ന കട്ടിലിനെ ബലിപീഠമെന്നല്ലേ പറയുന്നത്. അതിന്റെ ദൈവിക രഹസ്യം ഇതാണ്. അത് വേണ്ടതുപോലെ ചെയ്യുമ്പോൾ, ഈ വേണ്ടാത്ത കണക്കാണെങ്കിലോ അതിനെപ്പറ്റിയാണല്ലോ ഇവിടെ പറഞ്ഞത്. സ്നേഹമായ ദൈവികമായ പ്രേമം, സ്നേഹം അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു. അല്ലാത്ത എല്ലാ വൈകാരിക മേഖലകളും ജഡത്തിൽ നിന്ന് വരുന്നു. ജഡത്തെ പിശാച് പ്രലോഭിപ്പിച്ച് പാപത്തിൽ കൊണ്ട് ചാടിക്കുന്നു. അവസാനം ആ ആത്മാവ് നശിക്കുന്നിടം വരെ പിടിവിടാതെ നിത്യനാശത്തിലേക്ക് പോകും. ഇത് പറയുന്ന ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ നോയമ്പ് കാലത്ത് ഈ മേഖലയിൽ എവിടെയെങ്കിലും കെട്ടുപെട്ട് വീണിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വം ആയിരിക്കുകയല്ല ആരും പാവത്തിൽ ചാടുന്നത്. ചില സാഹചര്യങ്ങൾ സാത്താൻ ഇങ്ങനെ കെണിയൊരുക്കി വെച്ചിരിക്കുക. ആരുമില്ലാത്ത സാഹചര്യം, ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെ പറ്റി മറ്റുള്ളവർ ഭയങ്കര വിശ്വാസം, നമ്മൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മളെ വല്ലാത്ത തരത്തില് നമ്മുടെ ഉള്ളിലുള്ള തിന്മ വളർന്നു വന്നാൽ ഏത് ഭീകരമായ അവസ്ഥയാവും. നമ്മുടെ ആത്മാവ് നശിക്കുമെന്ന് മാത്രമല്ല, ഭൗതിക ജീവിതം തല്ലി തകർത്ത് കളയും. ഇനി ആരും അറിയാതാണ് ഈ പാപം ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഈ പാപം ചെയ്യുന്നവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. അവർക്ക് സമാധാനം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവരോട് അടുക്കുന്ന മനുഷ്യർക്ക് സമാധാനം കൊടുക്കാനും പറ്റുകയില്ല. വലിയ കള്ളത്തരം കാണിച്ചു വന്നിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് പിന്നെ ഇടപെടുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് നന്മ വരത്തില്ല. ഇത് ജഡിക തിന്മകളായതുകൊണ്ട് ഇതിന് ഭീകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകും. ഭോഗാസക്തിയിൽ അടിമപ്പെടുന്നവർ അഗ്നി ദഹിക്കുന്നത് വരെ അതിൽ നിന്ന് അടിമപ്പെടുന്നവർ അഗ്നി ദഹിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ തീക്കകത്ത് കിടക്കുന്ന വിറക് കത്തിത്തീർന്നത് ചാരമാകുന്നിടം വരെ ആ തീ അതിനെ വിടാത്തതുപോലെ ഇത്ര ജഡിക തിന്മയിൽ അടിമപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ മരിക്കുന്നിടം വരെ. പിന്നെ ആരോഗ്യമെല്ലാം പോയി വയസ്സായി വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് അതിലേറെ പീഡ. ഒരു മനുഷ്യൻ എന്നോട് തുറന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമോനെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ മണ്ടത്തരം. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ പറ്റിയാ പറഞ്ഞത്. ഇതിനൊക്കെ ഞാൻ ഇനി എത്ര കാലം ജീവിച്ചിരുന്ന് പരിഹാരം ചെയ്താലാ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നത്? കാരണം വിദേശ രാജ്യത്തായിരുന്നു, ഒരു കുമ്പസാരിക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത, കുർബാന കാണാൻ സാഹചര്യം ഇല്ലാത്ത സാഹചര്യങ്ങളിലായിരുന്നു. സങ്കടത്തോടെ ചങ്കുപൊട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന, പ്രത്യേകിച്ച് നമ്മളിപ്പോ കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് കുമ്പസാരവും കുർബാനയ്ക്കും ഒക്കെ ഒത്തിരി സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന മക്കള്. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ട്, ഒന്നും മറച്ചു വെക്കല്ലേ. ഒന്നും മറച്ചു വെക്കല്ലേ. മറച്ചു വെച്ചാലും മുറിവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പഞ്ഞി കഷ്ണം പോലെ ഇരിക്കും. കാരണം ഒരിക്കലും മുറിവ് ഉണങ്ങാൻ സമ്മതിക്കല്ല, കാരണം ഉള്ളിൽ പഞ്ഞിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പാപം. നമുക്ക് ഏറ്റുപറയാം ഈ നോയമ്പ് കാലത്ത് അതിൽ നിന്ന് പുറത്തു വരുവാൻ. പിന്നെ 17-ാമത്തെ വചനം പറയാം, വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കും മരണം വരെ അതുകൊണ്ട് പിന്മാറുകയില്ല. ചില മനുഷ്യരെ പറ്റി പരസ്യമായിട്ട് ആരും പറഞ്ഞില്ലെങ്കിൽ രഹസ്യമായിട്ട് പറയാം, അവൻ ആള് പോക്ക, അല്ലെ അവൾ ആള് പോക്ക. ലോകരോട് മുഴുവൻ നമുക്ക് എല്ലാവരോടും സംസാരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരോടും ഇടപെടാനുള്ള അനുവാദമുണ്ട്. പക്ഷെ വിവേകമില്ലെങ്കിൽ ഇതെല്ലാം കുഴപ്പത്തിൽ ചെന്നിയാണ്. അതുപോലെ ഒരു പരിധിക്കപ്പുറത്ത് ഒരിക്കലും ഒരു പെണ്ണുമായിട്ടോ ഒരു സ്ത്രീയുമായിട്ടോ അടുക്കാൻ പാടില്ല പുരുഷൻ. അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഒക്കെ ആയിട്ട് അടുക്കുന്നത് പോലെ നമുക്ക് ചില വീടുകളിൽ കുറെ സ്വാതന്ത്ര്യം കിട്ടും. ആ സ്വാതന്ത്ര്യം നമ്മൾ പോലും അറിയാതെ നമ്മളിലെ ദുർവാസനകള് അതൊന്ന് പൊട്ടിമുളച്ചാൽ അത് ഒരുപാട് അപകടത്തിൽ നമ്മളെ മാത്രമല്ല കുടുംബം. എന്തുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പനയിൽ പറഞ്ഞു? വ്യഭിചാരം പാപമാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. എത്ര ഭീകരമായ അവസ്ഥയാണെന്നറിയാം. വ്യഭിചാരം ചെയ്താൽ അതിനകത്ത് 2 പേർക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ 2 ആത്മാക്കളുടെ നാശമാണ് വരുന്നത്. പക്ഷെ അന്യന്റെ ഭാര്യയെ മോഹിക്കുമ്പോൾ എന്തുമാത്രം ഈ ആത്മാക്കളെയാണ് അവിടെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. അതോർത്തല്ല, അതുവഴിയായി വന്നു ചേരുന്ന നിത്യനാശത്തെ ഓർത്താണ് പാപം ചെയ്യാതിരിക്കേണ്ടത്.
ആ ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുന്നു, അന്ധകാരം കയറിക്കൂടുന്നു. ഈ അന്ധകാരത്തെ ആട്ടി പായിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജന്മം തകർന്ന് തരിപ്പണമായിരുന്നു. ഉണ്ടാകരുത്. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കും, മരണം വരെ അവൻ പിന്മാറുകയില്ല. പ്രത്യേകിച്ച് ഇവിടെ എറണാകുളം പട്ടണത്തിലൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാർ പിള്ളേര് കേരളത്തിന്റെ അല്ലാത്ത എല്ലാ ഭാഗങ്ങളിലും പെണ്ണുമാണോ എല്ലാം കൂടി ഇങ്ങോട്ട് പോരുകയല്ലേ. അഴിച്ചുവിട്ട കുതിരയെ പോലെ ഇങ്ങനെ പാഞ്ഞു നടക്കുക. നല്ലൊരു ഭാഗവും ഒരുപാട് തിന്മയില്ല. പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. 18-ാമത്തെ വചനം, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കയില്ല. എത്ര ഭയങ്കരമാ! എന്താണ്? വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ, ഭർത്താവുള്ള അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരുവനുമായിട്ട് ഇവർ ഏതെങ്കിലും തരത്തിലെ തിന്മയിലേക്ക് ചെന്നുപെട്ടാൽ ബലിപീഠം പൊളിക്കുന്ന പണിയാ. ഒരു ദേവാലയത്തിന്റെ ബലിപീഠം പൊളിക്കുന്നത് പോലെ ഒരു കുടുംബ ജീവിതത്തിന്റെ ബലിപീഠമാകുന്ന ആ കിടക്ക അശുദ്ധമാക്കിയ പിന്നെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എങ്കിലും ഈ വചനം ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നോയമ്പ് കാലത്ത് നമ്മുടെ അപകടങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മൾ പരിഹാരം ചെയ്ത് പുറത്തു വന്ന് ഇനിയുള്ള കാലം ഈ തിന്മ ചെയ്യാതിരിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, നന്മ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പ്രവർത്തിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഒന്നിനും തിന്മ ചെയ്യണം, അല്ലെ നന്മ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആ തരത്തിൽ വന്നു പോകാതിരിക്കണം. തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ നന്മ ചെയ്യണം. നന്മ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിന്മ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും നല്ല വാക്ക് പറയുകയും, അല്ലെങ്കിൽ എന്നാണ്ട് വിശേഷം, കുറച്ചു നേരം പോയി നിന്ന് വർത്താനം പറയുകയും, വിശക്കാണ് ബാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഞാനും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടെ. നമുക്ക് തിന്മ ചെയ്യാൻ പറ്റിയല്ലെന്നേ. മറിച്ച് ഇതൊന്നും ചെയ്യത്തില്ല, ഞാൻ ആർക്കൊന്നും കൊടുക്കില്ല, ആരോടും ഒരു നല്ല വർത്താനം പറയത്തില്ല, ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, നീ ചെന്ന് പെടുന്നത് വളരെ വലിയ അപകടങ്ങളിലായിരിക്കും. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെന്നെ മൂടുക. ഇതാണ് വളരെ രസകരമായ. രാത്രി പാപം ചെയ്ത ആരും അറിയില്ല. പ്രത്യേകിച്ച് ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളുക. സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം മനുഷ്യന്റെ പ്രാർത്ഥനാ സമയമാണ്. എപ്പോഴ്? സന്ധ്യാവുമ്പോഴാണല്ലോ. ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും ഒരു ദൈവവിചാരം ഉണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന സമയം വൈകുന്നേരമാണ്. ഒരു 5:30, 6 മണി, 6:30, 7 ഇരുട്ട് വീണു വരുന്ന സമയം